നമ്മുടെ സുധാകരൻ കാരണം, സുധാകരൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രഗത്ഭ സുധാകരന്മാരാണ് കേരളത്തിലുള്ളത്. ഒന്ന് കെ സുധാകരനും മറ്റൊന്ന് ജി സുധാകരനും. രണ്ടുപേരും രണ്ട് പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും നല്ല തീപ്പന്തം തന്നെയാണ്. ഇതിൽ കെ സുധാകരൻ കാരണം ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത് സുധാകരനാണ്. സുധാകരനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ചില വിഭാഗങ്ങൾ കോൺഗ്രസിൽ രൂപം കൊണ്ടതിന് ശേഷം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ തന്നെ വലിയ വാഗ്വാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുധാകരനെ തൊട്ടുപോകരുത് എന്ന് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ കൂടി പറഞ്ഞതോടുകൂടിയാണ് ഹൈക്കമാൻഡിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കണ്ണൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ സുധാകരന് വേണ്ടി വ്യാപകമായി പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ നിരന്നിട്ടുണ്ട്. അപ്പോൾ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ മാറ്റണമെന്നാണ് ഇപ്പോൾ സുധാകരപക്ഷത്തിൻ്റെ ആവശ്യം. നോക്കണേ, ദീപാദാസ് മുൻഷിയാണ് നേതൃത്വത്തിലാണ് സുധാകരനെ മാറ്റാൻ വന്നത്. ഇപ്പോൾ അത് തിരിച്ച് വൻ അടി കിട്ടിയിരിക്കുകയാണ് ദീപാദാസിന്. അപ്പോൾ ആരായിരിക്കും ആദ്യം മാറുക എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. എന്തായാലും ഈ കോൺഗ്രസ് പാർട്ടി സുധാകരനെ ഇനി അങ്ങോട്ട് മാറ്റിയെന്ന് കരുതുക. വേറെ ആരെങ്കിലും ഒരാൾ വരണമല്ലോ ഇതിൻ്റെ തലപ്പത്ത്. ഈ കോൺഗ്രസ്സിൽ ഇവരെയൊക്കെ നയിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണം. കാരണം ഇത്രത്തോളം പാരപ്പണിയുള്ള വേറൊരു പ്രസ്ഥാനം വേറെ ഇല്ലെന്നുള്ളതാണ്. ഈ പെട്ടിയെടുപ്പുകാരന്മാരും ഒക്കെ കൂടെ ചേർന്നുള്ള ഒരു വലിയ ഗ്രൂപ്പാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഒരാൾ ആര് വന്നാലും, ഇനിയിപ്പം മാറിയിട്ട് ആൻ്റോ ആൻ്റണി വരികയോ സണ്ണി ജോസഫ് വരികയോ VD സതീശനോ, VD സതീശനല്ല, നമ്മുടെ വിഷ്ണുനാഥോ, ഇനിയല്ല ഷാഫി പറമ്പിലോ, ആര് വന്നാലും ശരി തന്നെ, അടൂർ പ്രകാശ് വന്നാലും ഈ ഇതിനകത്തുള്ള ചേരിതിരിവുണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരുത്തരെയും നേരെ ഭരിക്കാനായിട്ട് അനുവദിക്കത്തില്ല. ഇതാണ് കോൺഗ്രസ് പാർട്ടി. ഇതിപ്പോൾ കെ മുരളീധരൻ എന്താണ് പറഞ്ഞത്? നമ്മുടെ സണ്ണി ജോസഫിനെയും ആൻ്റോ ആൻ്റണിയെയും ഇറക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ കാണിച്ചാലെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാകേണ്ടത്. അതാണ് എനിക്ക് തോന്നുന്നത് ഈ 2025 ഇതുവരെ ഉണ്ടായാൽ ഏറ്റവും വലിയ ഫലിതം അതാണ്. ഇനി ഇതുപോലൊരു ഫലിതം കോൺഗ്രസ്സുകാരിൽ നിന്ന് വരാൻ സാധ്യതയില്ല. ഈ ആൻ്റോ ആൻ്റണിയെ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ ജയിച്ചു എന്നുള്ളത് വേറൊരു ചോദ്യം. ഈ സണ്ണി ജോസഫിനെന്ന് പറയുന്നത് ഇരിക്കൂർ മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ലോകം. പിന്നെ അവിടെ നിന്ന് ട്രെയിൻ കയറിയാൽ നേരെ വന്ന് നമ്മുടെ നിയമസഭാ ഹാളിലേക്ക് എത്തും. ഇത്രയേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. ഇവർ വിചാരിച്ചാലൊന്നും ക്രൈസ്തവ വോട്ടുകളൊന്നും ഇങ്ങോട്ടേക്ക് മറിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ക്രൈസ്തവ വോട്ടുകൾ മറിക്കാൻ ഇവർ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്ന പോലെ ബിഷപ്പുമാരും സഭയിലെ വിശ്വാസികളും അനുസരിക്കണമെന്നുണ്ടോ? ആ കാലമൊക്കെ പോയി. ഇപ്പോൾ പെരുന്നയിലെ പോപ്പ് എല്ലാ നായന്മാരോടും പറയുകയാണ്, ഇന്ന നായർക്ക് വോട്ട് ചെയ്യൂ, തരൂർ നായർക്ക് വോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്ന ഏത് നായന്മാരുണ്ട്? പഴയ കുറേ ചെവി പൂടെയുള്ള നായന്മാർ കാണും. അവർ പെരുന്നയിലെ പോപ്പിനെ താങ്ങി നടക്കുന്നവരായിരിക്കും, അവരനുസരിക്കും. അല്ലാതെ വേറെ ആരും അനുസരിക്കത്തില്ല. പുതുതലമുറയിലെ വോട്ട് അങ്ങനെയാണ്. അവർ ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ രാവിലെ കക്ഷത്തിൽ ഡയറി ഇടുക്കിക്കൊണ്ടിറങ്ങുന്ന പഴയ രാഷ്ട്രീയക്കാരൻ്റെ സംസ്കാരമൊക്കെ പോയി എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. വികസിതമായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ മാത്യു കുഴൽനാടനെ പോലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ, അവരൊക്കെ ഒരു ഹൈടെക് കോൺഗ്രസ് പ്രവർത്തകരാണ്. അത്തരത്തിൽ വേണം, അല്ലാതെ പഴയ ഒരു രാഷ്ട്രീയ രീതിയല്ല. എന്ന് വിചാരിച്ച് ഹൈടെക് ആണെന്ന് വിചാരിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും പാടില്ല. ഇപ്പോൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ മുകേഷ് MLA എന്ന് പറയുന്ന വിദ്വാന് ആ മണ്ഡലത്തിലെങ്ങും ഇല്ലെന്നാണ് വോട്ടർമാർ പറയുന്നത്. അവിടുത്തെ ഒരേ ആവശ്യവും നടക്കാറുമില്ല.
കൊല്ലം വരെ പോകണ്ട, തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഡോക്ടർ ശശി തരൂർ നായർ കാണാൻ കൂടിയില്ല. ഇനി ഒരിക്കലും കാണത്തില്ല. കാര്യം എന്നറിയാമോ? ഇനി അദ്ദേഹം മത്സരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് അവസാനത്തെ മത്സരമായിരുന്നു എങ്കിൽ പിന്നെ ഇനി എന്തിനാ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? പിന്നെ അദ്ദേഹം ഇവിടെ വരുന്നില്ലെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ നന്നായി ഓർക്കുന്നുണ്ട്. കാരണം എന്നും അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഒരു ചിത്രം മനസ്സിലുണ്ടെന്നല്ല, റോഡിലിറങ്ങുമ്പോൾ അവിടെ ഇവിടെയായിട്ട് ഹൈമാക്സ് ലൈറ്റ് ഉണ്ട്, അതിലെല്ലാം എഴുതി തൂക്കി വച്ചിട്ടുണ്ട് ഡോക്ടർ ശശി തരൂർ നായർ വക MP ഫണ്ടിൽ നിന്ന് എടുത്ത് വിനിയോഗിച്ചിരിക്കുന്നത്. ഈ ഹൈമാക്സ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഉടനെ ഓർമ്മ വരുന്നത് ശശി തരൂരിനെയാണ്. തരൂരിനെ പോലെ അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്, എടുപ്പ് കുതിര പോലെ. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ സ്ഥിതിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് അധ്യക്ഷനെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടാനായി ഇവർക്ക്? അവർക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്തിനൊക്കെ മുമ്പ് വളരെ മുന്നേ തന്നെയാണ് ഇത്തരത്തിലുള്ള പുനഃസംഘടനയൊക്കെ വരേണ്ടത്. ഇനിയിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഇവർക്ക് UDFന് ഏറെ സാധ്യതയുള്ളതാണ് നിലമ്പൂർ മണ്ഡലം. കാരണം PV അൻവറെ ഇവരുടെ കൈവശം കിട്ടിയിരിക്കുകയാണ്. അതുപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലം UDFന് അനുകൂലമാക്കി മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ അവർക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ ആക്കം കൂട്ടുകയായിരിക്കും ചെയ്യുന്നത്. കാരണം ഒരു ജനവിരുദ്ധ തരംഗം, പിണറായി വിരുദ്ധ തരംഗം, ഒരു സർക്കാർ വിരുദ്ധ തരംഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകും. അങ്ങനെ മാറ്റാനായിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരപ്പോഴും അവരുടെ നേതൃത്വത്തെ ചൊല്ലിയുള്ള കലഹമാണ് ചെയ്യുന്നത്. അവർക്ക് എന്നും കലഹമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ പാർട്ടി ഇനി ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വേഷത്തിന് ഇനി എത്ര പേരായിരിക്കും അടിയുണ്ടാക്കാൻ പോകുന്നത്? UDF ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഒന്നാന്തരം അടിയായിരിക്കും. അപ്പോൾ നമ്മൾ പറയും ഇവരെയൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് പപ്പുമോൻ്റെ വിശ്വസ്തനായ KC വേണുഗോപാലിനെ ഇറക്കും. അതിനാണ് സാധ്യത മുഴുവനുള്ളത്. KC വേണുഗോപാൽ അതുകൊണ്ടാണ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ ചെവിയും കടിച്ചു പറിച്ചിരിക്കുന്നത്. പക്ഷേ ഈ KC വേണുഗോപാലിനെ ഇവിടെ ഇറക്കിയാലും പ്രശ്നങ്ങൾ ബാക്കി നിൽക്കും. പിന്നെ കാണാം കോൺഗ്രസ്സിലെ പല വമ്പന്മാരും പ്രമുഖന്മാരും ഒക്കെ കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്ന കാഴ്ച കാണേണ്ടി വരും. അങ്ങനെ തന്നെ ആയിരിക്കും കോൺഗ്രസ്സിലെ കുഴപ്പങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ജയിച്ചാലും പ്രശ്നമാകും, ജയിച്ചില്ലെങ്കിലും പ്രശ്നമാകും. കോൺഗ്രസ് ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ഘടകകക്ഷികളെല്ലാം തന്നെ പല വഴികളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഹൈക്കമാൻഡിന് ആകെ സമ്മർദ്ദത്തിൽ കുരുക്കിയിട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ കുതിപ്പൊന്നും ഉണ്ടാക്കത്തില്ല. ഇങ്ങനെ തന്നെ കോൺഗ്രസ്സിലെ അടി തുടർന്നുകൊണ്ടിരിക്കും എന്ന് സാരം.